ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രീം ബണ്ണാണ്. ബണ്ണ് ആദ്യം ഉണ്ടാക്കി മുറിച്ച് നോക്കുകയാണ്. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ക്രീമൊക്കെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ക്രീമും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഞങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇളം ചൂടിലുള്ള പാലാണ് എടുത്തത്. അപ്പം 2 കപ്പ് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈസ്റ്റൊക്കെ ഇട്ടത് പൊങ്ങിയൊക്കെ വരാനോ എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തരിയുള്ള ഈസ്റ്റാണ് ഇട്ടത്. നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടായി. ഞാൻ 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നന്നായി അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് ഇത് എന്താ പറയുക, ഇതിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയം അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമായിട്ട് ഉണ്ടാക്കാനും കഴിയും. മോള് വന്നതായിരുന്നു ഇത് പഞ്ചസാര ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ചെറിയ മോള് പഞ്ചസാരൻ്റെ സ്പൂണിൻ്റെ വലിപ്പക്കുറവുകൊണ്ട് അത് അതിലേക്ക് അങ്ങ് വീണുപോയി. അപ്പോൾ അതെടുത്തോള് നന്നായി ഇളക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ സഹായിക്കാനും കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ അത് നന്നായി കിട്ടിയത് കൊണ്ട് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതേ ഉള്ളൂ. പക്ഷെ വീഡിയോ എടുത്ത രീതികൾ കുറച്ച് എന്തൊക്കെയോ ആയിപ്പോയി. ഞാൻ അപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ട് അത് വീഡിയോ എന്തൊക്കെയോ ആയിപ്പോയി വെച്ചിട്ട് ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ക്രീം ഉണ്ടാക്കുകയാണ്. ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുതെന്നൊക്കെയാണ്. ഞാൻ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നില്ല. അതോടെ നല്ലോണം അലിഞ്ഞ് തന്നെയാണ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. കാരണം പരീക്ഷണമാണല്ലോ, അതുകൊണ്ട് അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് ഞാൻ പകുതി എടുത്ത് നോക്കുകയാണ്. പകുതി ആയതുകൊണ്ട് തന്നെ ഈ പാത്രത്തിലും വിസ്കിലും പറ്റാൻ മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും വേസ്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം. കാരണം ഇത് പഞ്ചസാരയും ബട്ടറും ആയതുകൊണ്ട് എന്തെങ്കിലുമാക്കി മക്കൾ എന്നെ തിന്നോളും. അതാ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര കേട്ടോ ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ച് എടുത്തതാണ്. ഇതിലേക്ക് ലേശം വാനില എസൻസും വേണം. ഞാൻ കുറച്ചേച്ച് ഇട്ടിങ്ങാൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ പെരളാനേ ഉള്ളൂ. ഞാനത് നന്നായി ഇളക്കി കുറേ നേരം ഇളക്കുമ്പോൾ ഈ മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളറായി തന്നെ ഇട്ടു. ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജാറിന് മൂടിക്കായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ പ്രചോദനം കൂടിയാണ്. പെട്ടെന്ന് ആക്കി അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ എന്താക്കുന്ന വാനില എസൻസ് ഒഴിച്ചെടുക്കുക. അപ്പം മക്കൾ അത് തിന്നുന്ന തിരക്കില്ല. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആൾക്കാരില്ല. ഞാൻ തന്നെ എൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ട് മൂടി തുറക്കുകയാണ്. വാനില എസൻസിൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. 2 ജാറിൻ്റെ മൂടിയും ജാറും കിട്ടിയപ്പോൾ 2 മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ 2 ആളും അത് കൊണ്ടുവച്ച് പോയിട്ടുണ്ട്. ഞാൻ ഒരു 4-5 തുള്ളി ഒഴിച്ച് കൊടുത്ത്. ഇപ്പോൾ മൂത്ത ആൾ വന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ക്രീം അടിക്കുകയാണ്. നന്നായി ഇതാക്കി കൊടുക്കണം, എന്നാലേ അത് വെള്ള കളറായി പഞ്ചസാരയൊക്കെ അതിലേക്ക് ഇതായി നല്ല അടിപൊളിയായി വരുന്നതാണ്. ഇങ്ങനെയായി കിട്ടും. നല്ല സോഫ്റ്റായിട്ട്, എന്താ പറയുക, സോഫ്റ്റാണല്ലെങ്കിലും അത് നന്നായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഭയങ്കര സന്തോഷം ഇതിപ്പം കാണുമ്പോൾ തന്നെ. നമുക്ക് മാറ്റി വെച്ച ഇത് പൊന്തിക്കോ നോക്കാം. അപ്പോൾ നല്ലതിൽ പൊന്തി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നന്നായി അതൊന്ന് ഇളക്കി ഇനി നമുക്ക് ഇന്നത് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ മറന്നു പോയി. മൈദപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുക, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ.
അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ പതപ്പിച്ച് ഇങ്ങനെ ഇളക്കിതാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ്. നന്നായി നല്ല പതച്ചതായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതുകൂടി വേണം. ഒരു കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞ ബന്നല്ലേ ഉണ്ടാക്കുള്ളൂ, മൈദയും ഒരു കപ്പേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു കോഴിമുട്ട മതി. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നന്നായി മുട്ട പൊട്ടി അതിലേക്ക് യോജിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് ഇതാവില്ല. വിസ്ക് വെച്ചാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. എല്ലാം നന്നായി ഇതാക്കി വെച്ചിട്ടുണ്ട്. മൈദ എങ്ങനെ എടുക്കാൻ പോയതാ തോന്നുന്നത്. ഇതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. മൈദ എടുത്ത് വന്നിക്ക്. നമുക്ക് കുറച്ചേച്ച മൈദ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാക്കുന്ന അത് അതിലേക്ക് നന്നായിട്ട് കട്ടല്ലാതെ ഇളക്കി എടുക്കണം. നന്നായിട്ട് ഒരേ ഇതിൽ ഇളക്കുമ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കിട്ടും. ഞാൻ വേഗം ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ വീഡിയോയിൽ ഒരുപാട് കുറവുകളും വീഡിയോ എടുക്കുന്നതിലൊക്കെ ഒരുപാട് ഇതുണ്ട്. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ ഇങ്ങനെ ഈ ഒരു ലൂസിലാണ് ഇത് ഇളക്കി എടുത്തിട്ടുള്ളത്. കട്ടയൊന്നുമില്ല, നന്നായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ളതൊക്കെ വടിച്ച് ഒരു ഇതിലേക്ക് അതിൽ തന്നെ കൂട്ടി വെച്ചിട്ട് ഇത് കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ പിന്നെയും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇത് പൊന്തി കിട്ടുള്ളൂ. നമ്മൾ വെള്ളപ്പത്തിൻ്റെ ദോശേൻ്റെയൊക്കെ പോലെ പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അതാക്കുന്ന അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ലോണം പതച്ച് പൊന്തി വന്നിട്ടുണ്ട്. നിറഞ്ഞതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, വലിയ പാത്രം എടുക്കണം. ഒരു കപ്പായാലും അത് 2 കപ്പൊക്കെ എടുക്കണം. അതിനനുസരിച്ച് വലിയ പാത്രം എടുക്കണം. അതിങ്ങനെ പൊന്തി വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എടുക്കണേന്ന് പറഞ്ഞത്. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. നല്ലോണം ബബിൾസൊക്കെ പൊട്ടുന്നുണ്ട്. അതിൻ്റെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച വീഡിയോ എടുത്തതാണ്, പക്ഷേ കൂടുതൽ അടുത്ത് പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസൊന്നുമില്ല. അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് വേവിക്കുന്നത്. സാധാരണ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഗ്യാസിലൊക്കെ ആകുമ്പോൾ തീയൊക്കെ കുറച്ച് വെക്കാം. ഇത് പിന്നെ വിറകിൻ്റെ ഇതിനനുസരിച്ച് ആയി കിട്ടും, പെട്ടെന്ന് ആവുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്. ഗ്യാസിലൊക്കെ ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് സിമ്മിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് പാർന്നെടുക്കുന്നത്. ആദ്യം കുറച്ച് പാർന്ന്, പക്ഷേ അത് മുങ്ങി കിട്ടൂലെന്ന് തോന്നി. അപ്പോൾ അതുപോലെ ഒരു കുഴിയുള്ള സ്പൂണും എടുക്കണം. അത് കുറച്ച് വട്ടം ഇങ്ങനെ ഒന്ന് ചൂടായി കിട്ടാനേ, ഈ കയ്യിലിൻ്റെ ഭാഗം ചൂടായി കിട്ടേണ്ടിയിട്ടാണ് അങ്ങനെ 2-3 വട്ടം നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ എടുക്കുന്നത്. തിളച്ചതായ വെളിച്ചെണ്ണ ആവണ്ട, ഒന്നിങ്ങനെ ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് നിറയെ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പകുതിയോടെ ഒഴിച്ച് കൊടുക്കുക. പകുതിയല്ല, 3/4 ഭാഗത്തോടെ ഞാൻ ഒഴിച്ചിരിക്കുക. അതില്ലാന്ന് വീണ് പോയതാണ്. പകുതിയൊക്കെ ഒഴിച്ചാൽ മതി. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ പറഞ്ഞിട്ട് അത് തായി കിട്ടില്ല. മുങ്ങി കിട്ടണമല്ലോ, ഇത് മതി. ഇതിലാണ് ഞാൻ ചുട്ടെടുത്തത്. അപ്പോൾ ആയി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് മറച്ചിടണം. ഇതിലേക്ക് വേഗം വിട്ട് കിട്ടും. നല്ലോണം ചൂടായ വെളിച്ചെണ്ണയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ഇത് അത്രയും സോഫ്റ്റായി നിൽക്കുന്ന ഇതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ഭാഗം ആയി കിട്ടും. ഫസ്റ്റില്ലതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ
ഇതായിട്ടാണ്. അപ്പോൾ അടുത്ത ഭാഗവും തീ കുറച്ച് വെച്ച് വേവിച്ചാലേ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ വേഗം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം, തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കുറച്ചധികം എടുക്കുള്ളൂ. വൈകുന്നേരത്തെയൊക്കെ ആകുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തുടങ്ങിയാൽ മതി. എന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അത് ചായക്ക് കൂട്ടാൻ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ആ സ്പൂൺ അതിൽ തന്നെ വെച്ചത്. എന്നാൽ വേഗം ഇതിൽ മുക്കിയെടുക്കാനും വെളിച്ചെണ്ണ 2 ഭാഗം മുങ്ങി ഇതാക്കി എടുക്കാൻ മാത്രം സൺഫ്ലവർ ഓയിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ 2 ഭാഗം മറിച്ചിട്ട് നമുക്ക് വേഗം ബാക്കിയുള്ളതുകൊണ്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ. അതുപോലെ അതിന് പരീക്ഷണങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങിത്തരാൻ ഒരാൾ വേണം, അത് കഴിക്കാനും ആൾ വേണം. എന്നാൽ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ അത്രയും ബണ്ണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം എന്നാണ് പറയാൻ പോകുന്നത്. ഉണ്ണിയപ്പം പോലെ ഞാൻ ചെറിയ മോക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. കുറഞ്ഞ സാധനങ്ങളും മതി, സമയം കുറച്ച് തോനെ എടുക്കും. സാധനമൊക്കെ സെറ്റായി വന്നാൽ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത്ര എണ്ണത്തിൽ ക്രീം തേക്കണം. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ക്രീമൊക്കെ നമുക്ക് നിറയെ വെച്ചെടുക്കാം. പീടികയിൽ നിന്ന് വാങ്ങുന്നതിലൊന്നും അധികം ക്രീമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ്